പരപ്പനതാ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്, സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സൈക്കിൾ എടുത്ത് ഇത്രയും ദൂരം വരണം. കുട്ടികളാണെങ്കിൽ എല്ലായിടത്തും നോക്കാം. കുട്ടികൾക്ക് എങ്ങോട്ടും വിചാരം അതാണ്. ആദ്യം ചോദിച്ച കാര്യം എന്താ വെച്ചാല് പോയി വരുമ്പോൾ ഞങ്ങൾക്ക് കൈ ഉണ്ടാവുമെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പോൾ പരപ്പന്റെ കാമുകൻ ശ്യാമിലെ, കുറച്ച് കഴിയുമ്പോൾ കാമുകൻ ഞാനായി, കുറച്ച് കഴിയുമ്പോൾ കാമുകൻ വരുന്നു, സ്റ്റാലിക്ക് വരുന്നു. ഹലോ 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 ഗുഡ് മോർണിംഗ്. ഇതാട്ടോ എല്ലാ ചക്കലകളുണ്ട്. അടുത്താളി ഇന്റെ അമ്മ ഇത് നമ്മളെ കൂട്ടത്തിൽ ആദ്യം കെട്ടിച്ചിരുന്നത് ഷാമിലിനോടാണ് അല്ലേ? അപ്പതാ ഇന്റെ ഒരു ഇൻട്രോ നന്നായിട്ട് കേടെത്തിയപ്പോ എല്ലാവർക്കും സമാധാനമായില്ലേ? അപ്പൊ ഉണ്ടല്ലോ ഞാൻ സലാന്റെ ഇൻട്രോ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹലോ അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇതാ എല്ലാരും കൂടി എടുക്കാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണത്. ഞങ്ങളിതാ ഇന്ന് അമൽ കോളേജില്, നമ്മളെ നിലമ്പൂര് അമൽ കോളേജില് വുമൻസ് സെല്ലിന്റെ ഒരു പ്രോഗ്രാമിന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നാലാളും കൂടി ഇതാ ഇതിന് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി. അഞ്ചത്തിന്റെ ഡ്രസ്സാ വിചാരിച്ചു, 4 ക്യാമറമാനെ കൊണ്ടുപോയി. അതല്ല, ഏതായാലും നടി കൊളത്തേക്ക് ചാടില്ല, ക്യാമറ ചാടിക്കോട്ടെ. ഇത് നമ്മളെ ഷാനിക്ക അൽ ഡ്രൈവർ സീറ്റിലിരിക്കുന്നു, അൽ സ്റ്റാലിക്ക തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നു, നമ്മളെ ഷാവലിതാ ഇവിടെ, നമ്മളിതാ ഇവിടെ. അപ്പൊ എന്തായാലും നമ്മൾ പോയോട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടും പരിചയമൊക്കെ ആയിട്ടുള്ള വിശിഷ്ടാതിഥികളാണ് വന്നിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ സഹില ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സഹില തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമാണ്. ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ മാറ്റത്തിൻ്റെ തന്നെ തുടക്കമാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങളിൽ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. എന്നെനിക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഇത്തരം മാറ്റങ്ങളെ വെൽക്കം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെഗറ്റീവായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ തുള്ളി കളിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഭയങ്കര വൈറലായിട്ട് പോയി തോന്നുന്നു ആ ഒരു വീഡിയോ. നെഗറ്റീവ് മറ്റേ കോവിഡ് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിട്ട് അല്ലെങ്കിൽ നിന്നു പോവായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചില വളരെ ഹൃദയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വാക്കുകളാണ് സഹലയുടേത്. അത് അപ്പം അത് കണ്ട സമയം മുതലേ സഹലയെ ഇവിടെ കൊണ്ടുവരണം, കുട്ടികളോട് സംസാരിക്കാൻ സഹലയെ കൊണ്ടുവരണം, ആ ഒരു ഇൻസ്പിറേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ. ഒരു പുരുഷാധിപത്യം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ഈ പ്രോഗ്രാമിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവര് ഒരു പെൺകുട്ടി, അത് ഒരേ ഒരു പെൺകുട്ടി 3 പുരുഷ സുഹൃത്തുക്കളോടൊപ്പം ഇത്രയും ദൂരം അത്രയൊന്നും സുരക്ഷിതമല്ലാത്ത മേൽക്കൂരയില്ലാത്ത ഒരു വാഹനത്തിൽ, അതും കായിക ബലം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചലിപ്പിക്കേണ്ട ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ടോപ്പോഗ്രഫി, നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ വലിയ രാജ്യമാണ്.
അത് കുന്നുകളും അതുപോലെ തന്നെ വളരെ ദുർഘടമായ റോഡുകളിലൂടെയൊക്കെ തന്നെ എല്ലാ റോഡുകളൊന്നും അത്ര സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളൊന്നുമല്ല. നമ്മളൊരു പിന്നോക്ക രാജ്യമാണ്. അതിൻ്റെ എല്ലാ പരിമിതികളും നമുക്കുണ്ട്. അതുപോലെ കോസ്റ്റൽ ഏരിയ, ഹിൽ ഏരിയ, പല കയറ്റങ്ങളും നമുക്കറിയാം. പല ബോംബെയിലേക്ക് പോകുമ്പോഴേക്കും തന്നെ കുറേ ദൂരം വലിയ കയറ്റങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിലൊക്കെ ചാരി നിൽക്കുന്ന റോഡുകളാണിത്. ഇതെല്ലാം താണ്ടി കാശ്മീർ എത്തി എന്ന് പറയുന്നത് വളരെയേറെ ഒരു പ്രശംസനീയമായ കാര്യമാണ്. ഞാൻ ഈ പരിപാടി കഴിയുമ്പോഴേക്കും എൻ്റെ കോളേജിലേക്ക് പറഞ്ഞ ഏറ്റവും പറഞ്ഞത് 50 പറഞ്ഞ് ഒരു 25 കുട്ടികളെങ്കിലും സൈക്കിൾ യാത്രക്കാരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഹമ്മദ് ഷാമിൽ, മസ്കൂർ ഷാൻ, സാലിം, ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് ക്ലാസ് നടത്തിയിട്ടോ, സെഷൻസ് നടത്തിയിട്ടോ, സെമിനാർ നടത്തിയിട്ടോ സ്വന്തം ജീവിതത്തിലൂടെ 2 വലിയ മെസ്സേജസ് ആണ് സൈലൈറ്റ് ടീം നൽകിയിരിക്കുന്നത്. ഒന്ന്, എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം ഈ ലോകത്ത്, നമുക്ക് ഹൗ വി ക്യാൻ മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ്. ഈ ലോകം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാം, ജീവിക്കാൻ കൊള്ളാവുന്ന മെച്ചപ്പെട്ട ഒരു ലോകമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു വലിയ മെസ്സേജാണ് ഈ ഒരു യാത്രയിലൂടെ നടത്തിയിരിക്കുന്നത്. സഹല നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു എംപവറിംഗ് പ്രോഗ്രാമാണ്. WDC പക്ഷേ നടത്തുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമിൽ പെട്ട ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ ഒരു സംവാദം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിനെ മാത്രമായിട്ട് ആളുകൾ എന്താ പറയാ ഇത്ര മുൻനിർത്തി പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെ പറ്റി അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനല്ലാണ്ട് എൻ്റെ മുന്നും എൻ്റെ പിറകിലും ഒരുപാട് ആളുകൾ ഇതുപോലെ കാശ്മീരിലോട്ടോ ലേലോട്ടോ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് സൈക്കിളിൽ തന്നെ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഇതുപോലെ അറിയപ്പെടുകയോ അവരാരും പല ആളുകളും ചിത്രത്ത് പോലും ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ യാത്ര ഇങ്ങനെ അറിയപ്പെട്ടു, 4 ആൾ അറിഞ്ഞു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്ത് ഇവിടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിനെ കാണുന്നത്, ഈ ഒരു യാത്ര നോക്കി കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനും സൈക്കിളെടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനും എനിക്കും ഒരുപാട് നാട്ടിൽ നിന്ന് ആളുകൾ എന്ത് പറയും ആ ഒരു ചെറിയ ചിന്താഗതിയില്ല. കാരണം ഞങ്ങളെല്ലാവരും കൂടെ സുബഹ് നിസ്കരിച്ചിട്ട് രാവിലെ സൈക്കിളിൽ ഇറങ്ങലായിരുന്നു. നാട്ടിലെ അങ്ങാടിയിലെ ആളുകൾ കൂടുന്നതിന് മുന്നേ അവിടുന്ന് എസ്കേപ്പ് ആവാന്നുള്ളൊരു രീതിയിൽ. അപ്പം തിരിച്ചു വരുന്ന സമയത്തും ഒരുപാട് ആളുകൾ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എവിടെ വരെ പോകും സൈല, ഇവിടുന്ന് കോഴിക്കോടേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് നിലമ്പൂർക്ക് എത്തുമോ, ഇവിടുന്ന് അരീക്കോടേക്ക് പോകുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പം ഓരോടൊക്കെ ഒന്ന് ചിരിക്കേ ചെയ്തിട്ടുള്ളായിരുന്നു. കാരണം ആരോടും ഒരു കാര്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ല. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിലുപരി നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഈ ഒരു നിമിഷം വരെ എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്, എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയാണ്. എന്നെ പഠിച്ച് ഇത്രയും ആക്കിയതും എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടും, അല്ല എന്നിലൊരു തെറ്റ് കണ്ടാൽ അത് തിരുത്തി തരുന്നതും അവരായിരുന്നു. അപ്പം എനിക്ക് അവരെ പെർമിഷൻ എനിക്ക് നിർബന്ധമായിരുന്നു. അവരോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അവരോട് മാത്രം പറഞ്ഞു. പിന്നെ ഇവരെ 3 പേരും ഫാമിലിയിലും വീട്ടിലും പറഞ്ഞു. ഞങ്ങൾ ഒരുങ്ങിയതായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇംതിയാസ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരൊരു ന്യൂസ് കൊടുത്തതിന്റെ പിറകിലാണ് ഇതാകെ ആളുകൾ അറിഞ്ഞതും സ്പ്രെഡായതൊക്കെ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്കൊരു ആഗ്രഹം ഉണ്ട്, അത് എല്ലാവർക്കും ഇതുപോലെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഇതന്നെ ആവണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പം മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഓലിപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്തായിരിക്കും വിചാരിക്കാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാണ്ടിരിക്കല്ല വേണ്ടത്. പിന്നെ ഇതുപോലെ ഇറങ്ങുന്ന സമയത്തും ഇറങ്ങിയതിന് ശേഷം അതിനു മുന്നും ഒരുപാട് ആളുകൾ പലതരത്തിൽ കുറ്റപ്പെടുത്തുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ആക്കാണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്
നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ രസകരമായിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു യാത്ര അല്ലേ, ഈ ഒരു യാത്ര തന്നെയാണ് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനൊരു വേദി തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇപ്പം വുമൺ ഡെവലപ്മെന്റ് സെല്ല് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയാം എന്തിനായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം വുമൺ ഡെവലപ്മെന്റ് ഇത്രയും പെൺകുട്ടികളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റും? വുമൺ എംപവർമെന്റ് അല്ലേ, ഈ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മീൻസ് ഒറ്റയടിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്താണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? For example, hi all, I'm Hiba and I'm from English department and just join ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് സെമസ്റ്റർ ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാതും എന്താ എവിടെ എത്താലും ഓളെന്തിനാ പഠിക്കണേ, ഓളെന്തിനാ ഇങ്ങോട്ട് ഇതാക്കണം. ആൺകുട്ടികളാണെങ്കിൽ എല്ലായിടത്തും നോക്കാം, പെൺകുട്ടികൾക്ക് ഇങ്ങോട്ടും നോക്കില്ല. പാരൻസിനോടൊരു വിചാരം അതാണ്. ഫോർ എക്സാമ്പിൾ മൈ പാരൻസ് എവിടെ പോയാലും ഉമ്മാക്ക് പേടിയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കും എങ്ങോട്ട് പോയാലും. അതുപോലെ സ്നേഹം കൊണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ് വുമൺ എംപവർമെന്റ് ഉദ്ദേശിക്കുന്നത്? വുമൺ എംപവർമെന്റ് മീൻസ് വുമൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേ ആർ റിപ്രസ്ഡ് ഒപ്രസ്ഡ്. ഒരു മുന്നോട്ട് വരണം. അതായത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ജെൻഡർ ഇനീക്വാലിറ്റി, എല്ലാവർക്കും എല്ലായിടത്തും പൊസിഷൻ മെയിൻസിനാണ്. ഇപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ എടുത്താൽ തന്നെ ഒരു മെയിൻ്റെ ഒരു ഫീമെയിൻ്റെയും സാലറിയുള്ള ഡിഫറൻസ് ഇൻ പ്രൈവറ്റ് സ്കൂൾസ്. അത് നമുക്കൊരു എക്സാമ്പിൾ ആക്കണം. വുമൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് സാര. വുമൻസ് എന്നും എപ്പോഴും മെയിൽസിനെക്കാട്ടിലും താഴണം. വുമൻസ് മുന്നോട്ട് വരണം, അവരവരുടെ സ്കിൽസ് പുറത്തെടുക്കണം എന്നത് കൊണ്ട് ഒക്കെ തന്നെയാണ് വുമൺ എംപവർമെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. നല്ലൊരു ആൻസറാണല്ലേ. പക്ഷെ ഈ കോളേജിൽ പഠിക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഉള്ള പെൺകുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ ഒരു ഫീൽ ഉണ്ട്. മീൻസ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പുറകുന്ന് പിടിച്ച് വലിക്കുന്നുണ്ടോ? ആരെങ്കിലും ഡിപ്രസ് ചെയ്യുന്നുണ്ടോ? മീൻസ് നിങ്ങളെ കൊളീഗ്സ് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടോ? ഒരു ബാരിയേഴ്സ് ഇല്ല. പിന്നെ എവിടെയാണ് പ്രശ്നം? എവിടെയാണ്? സൊസൈറ്റിയിലാണ് പ്രശ്നം അല്ലേ? നമ്മൾ സൊസൈറ്റിയിലാണ് ട്രീറ്റ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കോളേജുകളിലൊക്കെ ഇങ്ങനെ ഈ വുമൺ എംപവർമെന്റ് സെല്ലുകളൊക്കെ പ്രവർത്തിക്കാനുള്ള പ്രൈമറി ആയിട്ടുള്ള റീസൺ നമ്മൾ പറയും, നമ്മൾ എവിടെയാണ് മരുന്ന് കളിക്കുക അല്ലെങ്കിൽ വളം എവിടെയാണ്? നമ്മൾ റൂട്ട്സിൽ ഫെർട്ടിലൈസർ സപ്ലൈ ചെയ്യണം അല്ലേ? സോ അത് തന്നെയാണ് ഇങ്ങനെ ഒരു വുമൺ എംപവർമെന്റ് സെല്ലും അതേപോലത്തെ ഇങ്ങനത്തെ ഇതൊക്കെ. കാരണം ഭാവിയിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ സൊസൈറ്റി ആരാണ്? നമ്മളാണ് അല്ലേ? ആരാണ് ഡിസിഷൻസ് എടുക്കുക? നമ്മളാണ്. അപ്പോൾ നമ്മളിപ്പം ബ്ലെയിം ചെയ്യുന്ന സൊസൈറ്റിനെ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ബ്ലെയിം ചെയ്യും. ആ ബ്ലെയിം ചെയ്യപ്പെടുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? സോ നമ്മുടെ സമൂഹത്തിലുള്ള ചില പൊതുബോധങ്ങളുണ്ട്. ഇപ്പം ഈ കൂട്ടത്തിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ്, നിങ്ങളൊരു യാത്ര ചെയ്യാൻ അവസരം കിട്ടി, ഒരു സ്പോൺസറൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രക്ക് തയ്യാറാവും? എല്ലാവരും പാരന്റ്സ് സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ പോലെ. അപ്പോ പാരന്റ്സ് ആണ് നമ്മളെ പ്രശ്നം ആണോ? പാരന്റ്സ് എന്തായിരിക്കും സമ്മതിക്കാത്തത്? സൊസൈറ്റിയാണ്, നമ്മൾ സൊസൈറ്റിനാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഈ നിങ്ങൾ ഈ പറഞ്ഞ സെയിം സൊസൈറ്റി തന്നെ. സോ സൊസൈറ്റിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പ്രൈമറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിപ്പോ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇനി നാളെ ഒരു പെൺകുട്ടി വരുമ്പോൾ ഈ ഒരു പെൺകുട്ടി അല്ലെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, ഇതിന്റെ മുമ്പ് ഒരു പെൺകുട്ടി ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളേ ചോദിച്ചൂടെ? എന്തായിരിക്കും പെൺകുട്ടിനെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് സൊസൈറ്റി ചോദിക്കാനുള്ള പ്രൈമറി ആയിട്ടുള്ള റീസൺ അത്?
നമ്മൾക്കിടയിലുള്ള ഒരു ലൈഫാണ് ഗേൾസിന് ഒരുവിധം എല്ലാവരും കൊടുക്കണത്. മീൻസ് ഇൻസൈഡ് ആ ഹൗസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയും എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഈക്വാലിറ്റി നൽകണം എന്നൊക്കെ പറയും. ബട്ട് സൊസൈറ്റി അങ്ങനെ പറയുമെങ്കിലും അധികം ഗേൾസിനെ ഒപ്രസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റിലായിട്ട് നടക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ഫസ്റ്റ് പറഞ്ഞ ടൈമിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ഇനി പോകണമെന്ന് ചോദിച്ചു. കാരണം ഞാൻ ഫസ്റ്റ് 2019 43 ദിവസം റൈഡ് ചെയ്തിട്ട് ലഡാക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യാത്ര പോയി വന്ന ടൈം തന്നെ തണുപ്പ് ഐസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കടന്ന് വറക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം ചോദിച്ച കാര്യം എന്താ വെച്ചാൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് കൈ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സൈക്ലിങ് ആളുകൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു വേറെ രീതിയിലാക്കാരം. അപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ തീരുമാനങ്ങൾ എന്താണോ അത് നല്ലൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് തീരുമാനം ഉറച്ചതാണെന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയും. അപ്പം കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാലിക്കാനും കൂടി പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഡൗട്ട് ചെയ്യാം. ഓക്കെ. സഹലയുടെ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളോട് ചോദിക്കുന്നത് എനിക്ക് ഒരു ആൺകുട്ടികളുടെ കൂടെ എങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു പെൺകുട്ടിനെ ഒരു പെൺകുട്ടിനെയും കൊണ്ടാണ് പോകുന്നത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശരിക്കും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ടീമുണ്ടോ ഒരു പെൺകുട്ടിനെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? അതും 98 ദിവസം. ചില ടൈമിൽ ഞാനും സഹലും മാത്രമുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ബാക്കിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് മറ്റേ ലേഡീസിന് പ്രത്യേകിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ എന്നോട് പറയും. അങ്ങനത്തെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ലേഡീസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ബോയ്സിന്റെ ഭാഗത്തു നിന്നായാലും പ്രശ്നങ്ങളുണ്ടാവും, ബോയ്സിനായാലും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ തമ്മിൽ സംസാരിച്ച് അതായത് തമ്മിലൊരു ബന്ധം ഉണ്ടാവും, മെസ്സേജ് തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാവും. എന്തായിരുന്നു നമ്മൾ എന്താണെന്നുള്ളതൊക്കെ തമ്മിലുള്ള വാപ്പായാലും ഉമ്മയായാലും കുട്ടികളായാലും അവരോട് നമ്മൾ മാക്സിമം നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം. സൈക്കിൾ എടുത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മളത് അതിന് ഡെയർ ചെയ്യുന്നത് അത് ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് അല്ലേ? ഇപ്പം ആ ഒരു ലഹരി തന്നെയാണ് നിങ്ങൾക്കും സൈക്കിൾ എടുത്തിട്ട് പോകാൻ പ്രചോദനമായിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത അല്ലെങ്കിൽ മനസ്സ് നിറച്ച ഒരു സന്ദർഭം അല്ലെങ്കിൽ 1-2 സന്ദർഭങ്ങളെ കുറിച്ചിട്ടൊന്നും. അതെന്താ അറിയില്ല. ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഈ ഒരു യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പ് ഞങ്ങളെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ ഒക്കെ ഒരു പൊളിച്ചെഴുത്തായിരുന്നു ഈ ഒരു യാത്രയുടെ ഫിനിഷിംഗ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സൈക്കിളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിയുന്ന ഒരാളാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പ് അതിന്റെ നെഗറ്റീവ്സ് ആയിട്ട് അങ്ങോട്ട് വല്ലാണ്ട് ആലോചിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ ബോധറായിട്ട് അത് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊരു ടീമായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക അതിനൊരു എക്സ്ട്രീം ലെവലിൽ നിന്ന് ഞങ്ങളൊരു ടീമായി നിന്നപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നതാണ്. സ്വാഭാവികം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു, സെഹ്ല നമ്മളിപ്പം വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഒരുപാട് നോർത്ത് സൈഡിലൊക്കെ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഞങ്ങളെ വീഡിയോസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെന്താ അറിയില്ല. ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഈ ഒരു യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പ് ഞങ്ങളെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ ഒക്കെ ഒരു പൊളിച്ചെഴുത്തായിരുന്നു ഈ ഒരു യാത്രയുടെ ഫിനിഷിംഗ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സൈക്കിളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിയുന്ന ഒരാളാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പ്
അതിന്റെ നെഗറ്റീവ്സ് ആയിട്ട് അങ്ങോട്ട് വല്ലാണ്ട് ആലോചിച്ചിട്ട് അതിനെ കൂടുതൽ ബോധറായിട്ട് അത് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളൊരു ടീമായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക അതിനൊരു എക്സ്ട്രീം ലെവലിൽ നിന്ന് ഞങ്ങളൊരു ടീമായി നിന്നപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു, സെഹ്ല നമ്മളിപ്പം വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഒരുപാട് നോർത്ത് സൈഡിലൊക്കെ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും ഞങ്ങളെ വീഡിയോസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സെഹ്ല ഈ ഒരു റോസ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഷാൾ ഉണ്ട്, നിങ്ങൾ കാണുന്നവരുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളെ വീഡിയോസിന്റെ ചോട്ടിൽ മുഴുവൻ ചോദിച്ചിട്ടുള്ളത് ആ ഷോളൊന്ന് മാറ്റിക്കൂടെ, ഷോളൊന്ന് മാറ്റിക്കൂടെ, മീൻസ് ഷോൾ ഒഴിവാക്കാനാണ് കളറെങ്കിലും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തുകൂടെ എന്നുള്ളത്. സോ ഞങ്ങള് ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ കേരളത്തിന്റെ പുറത്തെത്തിയാൽ ചിലപ്പോൾ ചില എമർജൻസി സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഈ ഷോൾ അയച്ചു വെക്കേണ്ടി വരുമോ എന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള ന്യൂസുകളാണ്. അപ്പൊ ഞങ്ങൾ ഈ കത്വയിലൂടെ അടക്കം ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടെ ഗുരുദ്വാരയിലടക്കം സ്റ്റേ ചെയ്ത് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കത്വയിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. സോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇന്ത്യയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്ന സംഭവ വികാസങ്ങളോ ഒന്നുമല്ല റിയാലിറ്റി എന്നുള്ളത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്ന വളരെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ്. അത് വെച്ചിട്ട് നമ്മൾ എൻറ്റയർ ആ ഒരു സ്ഥലത്തെ മുഴുവൻ പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വൈകില്ല, ചോദ്യമല്ല, അത് എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്. പക്ഷെ അയാൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ 4 പേര് ഒന്നിച്ചു പോകുമ്പോൾ ഒരു റൂം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ 4 പേര് ഒന്നിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇറ്റ് സെൽഫ് ഇസ് എ മെസ്സേജ്. ഒരു ഗേളും 3 ബോയ്സുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശൈല നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഒരു റൂം ഷെയർ ചെയ്യാം, പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു പെൺകുട്ടിയും 3 പുരുഷന്മാരും ആവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ജെൻഡർ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി ഐ വിൽ നോട്ട് ബി ദാറ്റ് കംഫർട്ടബിൾ. നമ്മളൊരു പക്കാ ഒരു സ്ത്രീ മാത്രമായിട്ട് കണ്ടിട്ട് ആ രീതിയിൽ കെയർ ചെയ്ത് ആ രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഞാനൊരു ഡൽഹി ഓറിയൻറ്റേഷൻ കോഴ്സിന് പോയപ്പം എനിക്ക് അവിടെ 2 സുഹൃത്തുക്കളെ കിട്ടിയിരുന്നു, 2 മെയിൽ ടീച്ചേഴ്സ്. പക്ഷെ അവരുടെ കൂടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവർ എന്നെ ഒരു ലേഡി ആയിട്ട് അല്ല കണ്ടത്, അതുകൊണ്ട് തന്നെ ഐ വാസ് സോ കംഫർട്ടബിൾ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ശൈലയുടെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ദീസ് 3 ബോയ്സ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനുണ്ട്. ഞങ്ങൾക്ക് റിയൽ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു സ്ഥലത്തെത്തി. ഞാൻ ആ സ്ഥലത്തിന്റെ പേരൊന്ന് യൂണിക്കായിട്ട് പറയുന്നതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഇതേപോലത്തെ ഒരു ടോക്ക്. അപ്പൊ ഞങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇഫ് യു വാണ്ട് ടു ഹാവ് സെക്സ്, ഞങ്ങൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സൈക്കിൾ എടുത്ത് ഇത്രയും ദൂരം വരണം. ഞങ്ങൾക്ക് ഇവിടെ വയനാട് അവിടെ ഒരു റൂം എടുത്ത് നിന്നാ പോരെ. അതായത് നമ്മളെ സൊസൈറ്റി ഇത്തരം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരാണ് പെണ്ണും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് മാത്രമാണുള്ള ഒരു പൊതുബോധമുണ്ട്. ശരിക്കും ഇപ്പം നമ്മളെ കൊളീഗ്സിന്റെ ഒപ്പം യാത്രകൾ പോകും, ഈ ഒരു ഫീലിംഗ് നമുക്ക് അവരോട് വരുമെന്ന് പോലും അറിയില്ല. നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ നോക്കിക്കാണും ഓരോ ആണും പെണ്ണോ എടുത്തിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തോ ഉണ്ട്. ഞങ്ങളെ യാത്രയിലെ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഈ യാത്ര തുടങ്ങുമ്പോൾ പരപ്പന്റെ കാമുകൻ ശ്യാമിനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കാമുകൻ ഞാനായി, കുറച്ച് കഴിയുമ്പോൾ കാമുകൻ വരുന്നു, സ്റ്റാലിക്ക് വരുന്നു, പിന്നെ ഒരു 2 ആളായപ്പോൾ തിരിച്ച് കാമുക സ്ഥാനം എനിക്ക് തന്നെ കിട്ടി. മീൻസ് ഇത് ഇങ്ങനെ തന്നെ ആണ്, ഇത് മാറുന്നില്ല. അപ്പൊ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരു റൂം ഷെയർ ചെയ്താൽ അത് അതിനാണ് എന്നുള്ളൊരു പൊതുബോധം അതാണുള്ളത്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ കിട്ടാത്തവർക്കുണ്ടല്ലോ, ഇത് ഇങ്ങനെ കിട്ടുന്നവരോട് ഭയങ്കര അസൂയയും. അപ്പൊ അതിങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്, അത് അങ്ങനെ കരുതിയാൽ മതി. പരപ്പനതാ ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ, സെൽഫി എടുത്തോണ്ടിരിക്കാണ് കേട്ടോ. ഇതൊക്കെ പരപ്പന്റെ ഫാൻസ് തോന്നുന്നു.
സെലിബ്രിറ്റി അപ്പൊ അങ്ങനെ അമൽ കോളേജിൽ ഒരു അടിപൊളി ദിവസം അല്ലേ? ഇന്നത്തെ ദിവസം മുഴുവൻ ചില്ലേനു. നമ്മളെ സിനിമിസ് ആണെങ്കിലും ഫവാസ് സാർ ആണെങ്കിലും ഒക്കെ എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ആയിട്ടില്ല, എനർജറ്റിക് ആയിട്ടില്ല ടീച്ചേഴ്സ് അല്ലേ? ഫുൾ ടൈം നമ്മളെ കൂടെ എന്താ ഭയങ്കര രസമായിരുന്നു. കുട്ടികളാണെങ്കിലും എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ഒരു പിടി കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നിലമ്പൂര് നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അടുത്താണ് ഒരു കരിമ്പും ജ്യൂസ്. ഞങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞാൽ അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ ഇറങ്ങിയതായിരുന്നു. ഇതെല്ലാവരും ഇവിടെ ഉണ്ട്. നല്ല ഫുഡ് കഴിച്ചു. എന്ത് നല്ല ബിരിയാണിയും മന്തിയും എല്ലാം കൂടെ കഴിച്ച് ജാമായതിൻ്റെ ശേഷം ഒരാൾക്ക് കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞ് കുടിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി, നല്ല അടിപൊളി, നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ. നമ്മൾ തള്ളി മറിച്ചൊന്നേ. അയ്യോ അങ്ങനെ ഇതാട്ടോ നമ്മളെ സമ്മാനങ്ങള്. ഇതാ സമ്മാനങ്ങൾ എല്ലാവരും ഇതാ അവിടെ ഉണ്ട്. ഒരു വെറൈറ്റി അല്ലേ ഉണ്ടാക്കിയ ഇതുവരെ കിട്ടിയെന്ന് വെച്ചിട്ട് വേറൊരു ഡിഫറെന്റ് മോഡൽ. നമ്മളെ സ്റ്റാലിക്കും ഷാമിലും ഇതാ അവിടെ ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാലിക്കന്നത്? ഇത്ര എനർജറ്റിക്കാവരുത്. ഇത് കരിമ്പ് ജ്യൂസിനാണ്. സ്റ്റാലിക്കന്റെ പെണ്ണുങ്ങൾ അടിപൊളിയാണ്, ഫുള്ള് സപ്പോർട്ട്. അതല്ലേ ഇത് കരിമ്പ് ജ്യൂസിന്റെ എനർജിയാണോ അതോ അവിടുന്ന് കഴിച്ച ബിരിയാണിന്റെ എനർജിയാണോ? രണ്ടുമല്ല, കുട്ടികളെ കണ്ടതിന്റെ എനർജിയാണ്. ഫ്രണ്ട് കൊടുക്കണ്ടേ? പറഞ്ഞ ഡയലോഗ് കട്ട് ചെയ്താണ് ഫ്രണ്ട് കൊടുക്കണം. കൊറേ കാലത്തിന് ശേഷം ഒരു കോളേജ് തന്നെ കുട്ടികളെ കണ്ട സന്തോഷത്തിലാണ് സ്റ്റാലിക്ക. നിഷാമിൽ എങ്ങനെ ഉണ്ടായി? എങ്ങനെയുണ്ടായി പരിപാടി? താലിക്കാക്കാണ് മുതലായത്. ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും കുറെ ഫാൻസ് ഉണ്ടാക്കി എടുത്തു താലിക്ക. അവിടെ താലിക്കാണ്ട് പേര് താലിക്കാന്റെ മുടിമ്മലാണ് കുട്ടികൾ വീണത്. അല്ല നമ്മളെപ്പോ കൂടെയാണെങ്കിലും നമുക്ക് കിട്ടാത്ത ഒരാളെ ഇനി ഷാമിൽ നാട്ടിലെത്തിയതിനു ശേഷം അല്ലറ ചില്ലറ പരിപാടിക്ക് ഷാമിലിനെ കിട്ടലുള്ളൂ. ഇനി എന്തായാലും അങ്ങനെ ഒന്ന് 4 ആളും കൂടി നമുക്ക് വല്ല വിട്ടാലോ? പോവാം. പീസ്.